ഉത്തരാഖണ്ഡിൽ ഏകീകൃത സിവിൽ കോഡ് ഉടൻ നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനമാണ് നടപ്പിലാക്കുന്നത്. നാളെ ചേരുന്ന മന്ത്രിസഭാ യോഗം റിപ്പോർട്ടിന് അംഗീകാരം നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. 2.5 ലക്ഷത്തോളം ജനങ്ങളുടെ അഭിപ്രായം ആരാഞ്ഞ ശേഷമാണ് ജസ്റ്റിസ് രഞ്ജന പ്രകാശ് ദേശായിയുടെ നേതൃത്വത്തിലുള്ള സമിതി സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചത്. ബഹുഭാര്യത്വം ഉൾപ്പെടെ തടയുന്നതിന് വേണ്ട നടപടികൾ ശുപാർശ ചെയ്യുന്ന റിപ്പോർട്ടാണ് 5-അംഗ സമിതി സമർപ്പിച്ചിട്ടുള്ളത്. ഉത്തരാഖണ്ഡിൽ വളരെ വേഗത്തിൽ തന്നെ UCC നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു. तो वो शुभ दिन आ गया और वो शुभ दिन ये भगवान सूर्यदेव जब उत्तरायण में आए तो हमेशा से मान्यता रही है कि हमारे सारे मंगल कार्य शुरू हो जाते हैं, अच्छे काम शुरू हो जाते हैं, देवताओं के दिन आ जाते हैं. ये देवताओं के दिन प्रारंभ हो गए. एक तरफ हमारे आदरणीय प्रधानमंत्री नरेंद्र मोदी जी के नेतृत्व में भगवान राम की प्रतिष्ठा राम जन्मभूमि पर हो गई, नया बजट भी आ गया, नए काम भी शुरू हो गए और आज हमने भी जो संकल्प लिया था और जो उत्तराखंड की देवतुल्य जनता के साथ हमने जो वायदा किया था कि हम इस काम को पूरा करेंगे. തിങ്കളാഴ്ച ആരംഭിക്കുന്ന ഉത്തരാഖണ്ഡ് നിയമസഭയുടെ പ്രത്യേക സമ്മേളനം UCC ബിൽ പാസാക്കും. ഇതിനായാണ് പ്രത്യേക സമ്മേളനം ഒരാഴ്ചത്തേക്ക് വിളിച്ചത്. 2022 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനങ്ങളിലൊന്ന് ഏകീകൃത സിവിൽ കോഡായിരുന്നു. ഭരണ തുടർച്ച നേടിയതോടെ 2022 മെയ് 27-ന് UCC നടപ്പാക്കുന്നത് പഠിക്കുന്നതിനായി പ്രത്യേക സമിതിയെ നിയോഗിച്ചു. രാജ്യത്തിന്റെ ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളിൽ ഏകീകൃത സിവിൽ കോഡ് വേണം എന്ന് പ്രതിപാദിക്കുന്നുണ്ട്. ദേശീയ തലത്തിൽ ഏകീകൃത സിവിൽ കോഡ് സംബന്ധിച്ചുള്ള ചർച്ചകൾ ചൂടുപിടിക്കുന്നതിനിടെയാണ് ഉത്തരാഖണ്ഡ് സർക്കാർ UCC നടപ്പാക്കുന്നത്. ജനം, ഡൽഹി.